ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു. അതിനോട് 90 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 214. ആർട്ടിക്കിൾ 200 പറയുന്നത് ബില്ലുകളിൽ അനുമതി നൽകാനുള്ള ഗവർണറുടെ അധികാരത്തിനെ കുറിച്ചാണ്. ഇനി ഇത് തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ആർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, അല്ലെങ്കിൽ മറന്നു പോവുക, കൺഫ്യൂഷൻ ആവുക എന്നൊക്കെ ഉള്ളത്. എന്നോട് തന്നെ കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് മിസ്സേ ഇത്രയും ആർട്ടിക്കിൾ ഓർത്തിരിക്കുന്നതെന്നും കൺഫ്യൂസ് ആവാതെ എങ്ങനെയാണ് ഇത് ക്ലാസ്സിൽ വരുമ്പോൾ പറയുന്നതെന്നൊക്കെ. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ ഓർത്തിരിക്കുക എന്നുള്ളതും അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു കാര്യം യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുമാത്രമല്ല നമ്മുടെ ചാനൽ, അതായത് യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ പോൾസും ക്വസ്റ്റ്യൻസും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്, വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതൊരു റിവിഷനും കൂടി ആവും. ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കയറി അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പൊ നോക്കാം. നമ്മുടെ LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ഏതൊരു എക്സാം ആണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ചേരുംപടി ചേർക്കുക, തെറ്റായ ജോഡി കണ്ടെത്തുക, ശരിയായ ജോഡി കണ്ടെത്തുക, ഇങ്ങനെ എല്ലാം ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ഏത്? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭരണഘടനയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയും മൗലികാവകാശങ്ങൾ തന്നെയാണ്. ആദ്യം നമുക്ക് മൗലികാവകാശത്തിലെ കുറച്ച് ആർട്ടിക്കിൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ടഫർ ഏരിയാസിലേക്ക് പോവാം. അപ്പൊ നോക്കാം, ആർട്ടിക്കിൾ 14 എന്താണ്? ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ സമത്വവും നിയമ മുഖേനയുള്ള തുല്യ സംരക്ഷണവും. ഓക്കെ. ആർട്ടിക്കിൾ 15 പറയുന്നതോ ജാതി, മതം, വർഗം അല്ലെങ്കിൽ വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലുള്ള അവസര സമത്വത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ആർട്ടിക്കിൾ 17 പറയുന്നു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്ത നിർമാർജനം, അല്ലെ? അസ്പൃശ്യത നിരോധനം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 പറയുന്നത് സൈനികവും വിദ്യാഭ്യാസപരവും ഒഴികെയുള്ള മറ്റു പദവികൾ പേരിനൊപ്പം ചേർക്കുന്ന അല്ലെങ്കിൽ മറ്റു പദവികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഈ സമത്വത്തിനുള്ള ആർട്ടിക്കിൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് വെക്കുക നോക്കുക. അത് നമുക്ക് ഈ ലോ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെന്റൻസിലൂടെ കണക്ട് ചെയ്ത് വെക്കാം. എന്താണ് ലോ ഡൗട്ട്? DOUT ആണ്. ലോ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുന്ന എന്താണ്? ആർട്ടിക്കിൾ 14 ആണ്. ലോ പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താ? നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവുമാണ്, അല്ലെ? അപ്പൊ ആർട്ടിക്കിൾ 14 ലോ ഡൗട്ടിൽ ലോ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ DOUT എന്നാണുള്ളത്, അല്ലെ? ഡി പറയുന്നതിനെ കുറിച്ചാ ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം. അപ്പൊ എന്തൊക്കെയാണ് വിവേചനത്തിന്റെ കാര്യത്തിൽ പറയുന്നത്? ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 15. അപ്പൊ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15. ഇനി ആർട്ടിക്കിൾ 16 പറയുന്നതോ പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തിനെ കുറിച്ച്. പൊതു നിയമനങ്ങളിലെ അവസരം, അതായത് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഡൗട്ടിൽ DO പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി, അതായത് ആർട്ടിക്കിൾ 16. പിന്നെ അടുത്ത ലെറ്റർ ആണ് ഇത് വരുന്നത് യു എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക്? അൺടച്ചബിലിറ്റി, അതായത് അയിത്ത നിർമാർജനത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്? ആർട്ടിക്കിൾ 17. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ഉള്ള ടി എന്തിനെ കുറിച്ചാ പറയുന്നത്? ടൈറ്റിൽസ്. എന്താണ് ടൈറ്റിൽസ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 18 ആണ്, അല്ലെ? തലക്കെട്ടുകൾ നിരോധിക്കുന്നു അല്ലെങ്കിൽ സൈനികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പദവികൾ നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 18 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്ത്? ലോ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡിലൂടെയാണ് കണക്ട് ചെയ്ത്. അപ്പൊ ലോ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14, ഡൗട്ടിൽ ഡി ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ 15, ഓപ്പർച്യൂണിറ്റി ആർട്ടിക്കിൾ 16, യു അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17, ടി ടൈറ്റിൽസ് ആർട്ടിക്കിൾ 18. ക്ലിയർ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. സംസാരത്തിനും അഭിപ്രായത്തിനും അല്ലെങ്കിൽ ആശയപ്രകടനത്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം, പിന്നെ നിരായുധരായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ സഞ്ചാര
സഞ്ചാര സ്വാതന്ത്ര്യം, താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയൊക്കെയാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 20 പറയുന്നതോ 3 സംരക്ഷകർ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ഇത്. ആർട്ടിക്കിൾ 20 എന്തൊക്കെയാ? കുറ്റാരോപിതർക്കുള്ള സംരക്ഷണത്തിനെ കുറിച്ചാണ് ഇതില് ആർട്ടിക്കിൾ 20 പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല. പിന്നെയോ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ അല്ലെങ്കിൽ തെളിവ് നൽകാൻ വേണ്ടി കൊണ്ട് നിർബന്ധിക്കാനോ പ്രേരിപ്പിക്കാനോ പാടില്ല. ഇതൊക്കെയാണ് ഇതിൽ ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 പറയുന്നതോ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് 21 അല്ലെ. എന്തുകൊണ്ട് അത് അറിയപ്പെടാൻ കാരണം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ആർട്ടിക്കിൾ 21നും 22നും ഇടയ്ക്ക് 86-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് ഇത്. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം അത് അവരുടെ മൗലിക അവകാശമാക്കി മാറ്റി. ക്ലിയറല്ലേ? ആർട്ടിക്കിൾ 21A പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 22 പറയുന്നതോ അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക? നോക്കിയേ, സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികൾ ജീവിക്കാൻ വേണ്ടി വിദ്യ അഭ്യസിക്കാൻ പോയി കരുതൽ തടങ്കലിലായി. സ്വാതന്ത്ര്യമില്ലാത്ത 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ അല്ലെ. ആർട്ടിക്കിൾ 19 കുറ്റവാളികൾ അതായത് കുറ്റാരോപിതർക്കുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 20 ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 വിദ്യ അഭ്യസിക്കാൻ വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 21A കരുതൽ തടങ്കലിലായി. ആർട്ടിക്കിൾ 22 ഇതൊക്കെയാണ് സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികൾ ജീവിക്കാൻ വേണ്ടി വിദ്യ അഭ്യസിക്കാൻ പോയി കരുതൽ തടങ്കലിലായി. ഏതാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് മിസ്സേ, ബൈഹാർട്ട് പഠിച്ചു വെച്ചതാണ്. ഇന്നൊന്നും കോഡൊന്നും വേണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വലിയ ടഫർ ഏരിയാസ് ഒക്കെ പറയും അല്ലെ, അതും നമുക്ക് പഠിച്ചെടുക്കാം. അതായത് യൂണിയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും ചിലരുടെ മെയിൻ പ്രശ്നം. ഇതായിരിക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അല്ലെ. ഇപ്പൊ ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകളിലും LD പരീക്ഷകളിൽ തന്നെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണത്. അത് നമ്മളെ റാങ്കിന് നിർണ്ണയിക്കുകയും ചെയ്യും അല്ലെ. നോക്കാം നമുക്ക്. ആർട്ടിക്കിൾ 72 മുതൽ ആർട്ടിക്കിൾ 111 വരെയുള്ള ആർട്ടിക്കിളിന്റെ പ്രത്യേകതയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. നോക്കുക, ആർട്ടിക്കിൾ 72 പറയുന്നത് എന്താ? രാഷ്ട്രപതിയുടെ പൊതുമാപ്പധികാരം അല്ലെ, ദയാഹർജിയൊക്കെ അനുവദിക്കാനുള്ള അധികാരം. 161 പറയുന്നതോ ഗവർണറുടെ പൊതുമാപ്പധികാരം. ഇനി ആർട്ടിക്കിൾ 74 പറയുന്നു രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും ഒക്കെ ആയിട്ടൊരു പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ വേണമെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 163 പറയുന്നു ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും ഒക്കെ മുഖ്യമന്ത്രി തലവനായിട്ടുള്ള, അവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ. അടുത്തത് ആർട്ടിക്കിൾ 75 ഈ പ്രധാനമന്ത്രിനെ മന്ത്രിമാരെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 164 പറയുന്ന ഈ മുഖ്യമന്ത്രിനെയും മന്ത്രിമാരെയും ഒക്കെ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിനെയും മന്ത്രിമാരെയും ഒക്കെ നിയമിക്കുന്നത് ഗവർണറാണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 111 പറയുന്നത് ബില്ലുകൾക്ക് അനുമതി നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിനെ കുറിച്ചാണ്. ഈ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നതും ആർട്ടിക്കിൾ 111 തന്നെയാണ് അല്ലെ. ആർട്ടിക്കിൾ 200 പറയുന്നതോ ആർട്ടിക്കിൾ 200 പറയുന്നത് ബില്ലുകളിൽ അനുമതി നൽകാനുള്ള ഗവർണറുടെ അധികാരത്തിനെ കുറിച്ചാണ്. ഇനി ഇത് തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആർട്ടിക്കിൾ 72നോട് 89 എന്ന സംഖ്യ കൂട്ടിയാൽ എത്രയായി? ആർട്ടിക്കിൾ 161 അല്ലെ. ആർട്ടിക്കിൾ 74നോടും 89 എന്ന സംഖ്യ കൂട്ടിയാൽ എന്തായി? ആർട്ടിക്കിൾ 163.
അടുത്തത് നോക്കിയേ, 75നോടും 89 കൂട്ടിയാൽ 164. 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 76. അതിനോട് 89 കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടി? സംസ്ഥാനങ്ങളിൽ അറ്റോർണി ജനറലിന് തുല്യമായിട്ടുള്ള പദവി ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. 111 രാഷ്ട്രപതിയുടെ ബില്ലിന് അനുമതി നൽകാനുള്ള അധികാരം പറയുന്നുണ്ടെങ്കിൽ അതിനോട് 89 കൂട്ടിയാൽ 200. ആരുടെ അധികാര? ഗവർണർ. അതായത് ബില്ലുകൾക്ക് അനുമതി നൽകാനുള്ള ഗവർണറുടെ അധികാരമാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ആർട്ടിക്കിളിന്റെയും, അതായത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളിലെ ഈ ആർട്ടിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അതായത് 72 മുതൽ 111 വരെയുള്ള ആർട്ടിക്കിളിൽ സെയിം 89 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആർട്ടിക്കിൾ കിട്ടും. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് ഒന്നുകൂടി അതൊന്ന് വെരിഫൈ ചെയ്യാം. ആർട്ടിക്കിൾ 72 നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെ പൊതുമാപ്പധികാരാണ്. ആർട്ടിക്കിൾ 161 അല്ലെ, 89 കൂട്ടിയ 161 ആരുടെ പൊതുമാപ്പധികാരം? ഗവർണർക്കുള്ള പൊതുമാപ്പധികാരാണ്. അടുത്ത ആർട്ടിക്കിൾ 74 പറയുന്നു രാഷ്ട്രപതിനെ സഹായിക്കാനും ഉപദേശിക്കാനും ഒക്കെ ഒരു മന്ത്രിസഭ വേണമെന്ന്. ആർട്ടിക്കിൾ 163, അതായത് 89 കൂട്ടിയാൽ എത്രയായി? 163ആയി. ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും ഒരു മന്ത്രിസഭ വേണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 163. ഇനി 164 പറയുന്നു ഈ പ്രധാനമന്ത്രിനെ മന്ത്രിമാരെയും ഒക്കെ നിയമിക്കേണ്ടത് ആരാണ്? ആർട്ടിക്കിൾ 75, 164 75 പറയുന്നു ഈ പ്രധാനമന്ത്രിനെ മന്ത്രിമാരെയും ഒക്കെ നിയമിക്കേണ്ടത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതിനോട് 89 ആഡ് ചെയ്താൽ വരുന്ന ആർട്ടിക്കിളാണ് ഇത് 164. 164 പറയുന്നു ഈ മുഖ്യമന്ത്രിനെ, അതായത് സംസ്ഥാനങ്ങളിലുള്ള സെയിം ആർട്ടിക്കിൾ അല്ലെ, സംസ്ഥാനങ്ങളിൽ പറയുന്നതും സെയിം കാര്യം തന്നെ. മുഖ്യമന്ത്രിനെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ക്ലിയർ അല്ലേ? അടുത്ത ആർട്ടിക്കിൾ നോക്കാം. 76 പറയുന്നു അറ്റോർണി ജനറലിനെ കുറിച്ച്. 165 89 ആഡ് ചെയ്താ 165 പറയുന്നു അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച്. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 77 പറയുന്നു ഭാരത സർക്കാരിന്റെ കാര്യങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ച്. അപ്പം ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആർട്ടിക്കിൾ 166 89 കൂട്ടുക, എന്തായിരിക്കും അത് പറയുന്നുണ്ടാവുക? ഇത് ഭാരത സർക്കാർ കേന്ദ്രത്തിന്റെ കാര്യമാണെങ്കിൽ 166 പറയുന്ന എന്തിന്റെ കാര്യം? സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ച്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആർട്ടിക്കിൾ കിട്ടിക്കോളും. അടുത്തത് ആർട്ടിക്കിൾ 78 രാഷ്ട്രപതിക്ക് വിവരം നൽകുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ കർത്തവ്യങ്ങൾ. അതായത് ഈ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ രാഷ്ട്രപതിനെ ആരറിയിക്കണം? പ്രധാനമന്ത്രി അറിയിക്കണം. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഗവർണറെ ആരറിയിക്കണം? മുഖ്യമന്ത്രി അറിയിക്കണം. അപ്പൊ ആർട്ടിക്കിൾ 78 രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ളൊരു ബന്ധമാണ് പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ 167, അതായത് 89 ആഡ് ചെയ്താൽ 167 പറയുന്നതോ മുഖ്യമന്ത്രിയും ഈ ഗവർണറുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. 79 പറയുന്നു പാർലമെന്റിന്റെ രൂപീകരണം. 89 കൂട്ടുക 168 പറയുന്നു സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ മണ്ഡലങ്ങളുടെ രൂപീകരണം. ക്ലിയർ? 84 പറയുന്നു പാർലമെന്റ് അംഗത്തിന് വേണ്ട യോഗ്യത. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. 89 അങ്ങോട്ട് കൂട്ടുക, പാർലമെന്റിന് പകരം നിയമനിർമ്മാണ സഭ അല്ലെ, നിയമനിർമ്മാണ സഭയിലെ അംഗത്തിന് വേണ്ട യോഗ്യത സംസ്ഥാനങ്ങളിലെ. ഓക്കെ അല്ലേ? ഇനി 99 പറയുന്നു അംഗങ്ങളുടെ ശപഥം, അതായത് പാർലമെന്റിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 99. 89 കൂട്ടിക്കോ, എത്ര കിട്ടി? 188. ഇവിടെ ആരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ചായിരിക്കും പറയുന്നത്? സംസ്ഥാന നിയമസഭയിലുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച്. ഓക്കെ, 102 പറയുന്നു അംഗത്തിനുള്ള അയോഗ്യതകൾ അല്ലെങ്കിൽ അംഗത്വത്തിനുള്ള അയോഗ്യതകൾ. എവിടെയുള്ള അംഗത്വത്തിനുള്ള അയോഗ്യതകൾ? പാർലമെന്റ് അംഗത്വത്തിനുള്ള അയോഗ്യതകൾ. ഇവിടെ വരുന്ന സമയത്തോ സംസ്ഥാനത്തിലെ അംഗത്വത്തിനുള്ള അയോഗ്യതകൾ 89 കൂട്ടിയ എത്ര കിട്ടി? 191 കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, 109 ധനബില്ലുകൾ അല്ലെങ്കിൽ പണബില്ലുകളെ സംബന്ധിച്ച നടപടിക്രമം. ധനബില്ലിലെ നടപടിക്രമം പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 109. അതേ സംഭവം സംസ്ഥാനങ്ങളിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 89 കൂട്ടിയാൽ കിട്ടുന്ന 198 ആണ്.
ക്ലിയർ അല്ലെ? അടുത്തത് നോക്കിയേ, 110 പറയുന്നു ധനബില്ലിന്റെ ഡെഫിനിഷൻ. അതുമായിട്ട് 89 കൂട്ടിയ 199 പറയുന്നു സംസ്ഥാനങ്ങളിലെ ധനബില്ലിന്റെ ഡെഫിനിഷൻ. ക്ലിയർ അല്ലെ? അടുത്തത് നോക്കിയേ, 111 ബില്ലുകൾക്ക് അനുമതി നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. 89 കൂട്ടുന്നു, 200 കിട്ടുന്നു, ബില്ലുകൾക്ക് അനുമതി നൽകാനുള്ള ഗവർണറുടെ അധികാരം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, 72 മുതൽ 111 വരെയുള്ള ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് മൊത്തം ഏകദേശം ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ 111 ശേഷം അതും നമുക്ക് കണക്ട് ചെയ്യാം, അതും നമ്മൾ പഠിക്കാം. നോക്കാം. അതായത് 112 മുതൽ 124 വരെയുള്ള ആർട്ടിക്കിൾ. 112 പറയുന്ന എന്തിനെ കുറിച്ചാ? ഗവൺമെന്റിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന. എന്താ വാർഷിക ധനകാര്യ പ്രസ്താവന അല്ലെങ്കിൽ വാർഷിക ധനവിവര പത്രിക എന്ന് പറയുന്നത്? ബജറ്റാണ് അല്ലെ? യൂണിയൻ ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 112. ഇനി സ്റ്റേറ്റിലെ വാർഷിക ധനകാര്യ പ്രസ്താവനയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 202. ഇവിടെ കൂട്ടുന്നത് 89 അല്ല, ഇവിടെ കൂട്ടുന്നത് +90 ആണ്. ഓക്കെ, അപ്പം 72 മുതൽ 111 വരെയുള്ള ആർട്ടിക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കേന്ദ്രത്തിന്റെ ആർട്ടിക്കിളിനോട് 89 കൂട്ടിയാൽ എന്ത് കിട്ടും? അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റിന്റെ ആർട്ടിക്കിൾ കിട്ടും. ഓക്കെ, 89 ആണ് കൂട്ടേണ്ടത്. ഇനി 112 മുതൽ 124 വരെയുള്ള ആർട്ടിക്കിൾ കിട്ടാൻ വേണ്ടിക്കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? കേന്ദ്രത്തിന്റെ ആർട്ടിക്കിളിനോട് +90 കൂട്ടിയാൽ എന്തിന്റെ കിട്ടും? സ്റ്റേറ്റിന്റെ ആർട്ടിക്കിൾ കിട്ടും. ഓക്കെ, അപ്പൊ 112നോട് 90 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് ഇത് 202. അപ്പൊ 112 പറയുന്നു യൂണിയൻ ബജറ്റിനെ കുറിച്ച്, 202 പറയുന്നു സ്റ്റേറ്റിന്റെ ബജറ്റിനെ കുറിച്ച്. ക്ലിയർ അല്ലേ? അടുത്ത ആർട്ടിക്കിൾ നോക്കാം നമുക്ക്. ആർട്ടിക്കിൾ 120 പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 120 പറയുന്നത്. എത്രയാ കൂട്ടേണ്ടത്? 90 ആഡ് ചെയ്യുന്നു അല്ലെ? എത്ര വന്നു? 120നോട് 90 ആഡ് ചെയ്താ 210. എന്തായിരിക്കും? മറ്റത് പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷയാണെങ്കിൽ ഇതോ സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങളിൽ ഉപയോഗിക്കേണ്ട ഭാഷയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 210 പറയുന്നത് അല്ലെ? അടുത്ത നോക്ക്, ആർട്ടിക്കിൾ 123. ഇത് നിങ്ങൾ പല രീതിയിലും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. 1 2 3 ഓടിക്കോ, 1 2 3 2 1 3 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ കണക്ഷൻ നോക്കിയിട്ടുണ്ടാവില്ല. 123 പറയുന്നതിനെ കുറിച്ചാ ഈ പാർലമെന്റ് ഒന്നും സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ ഓർഡിനൻസ് പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്ന ആർട്ടിക്കിൾ 123 പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? 112 ശേഷമല്ലേ 123 വരുന്നത് അല്ലെ? അപ്പൊ അത് എത്ര ആഡ് ചെയ്യേണ്ടത്? +90 കൂട്ടിയാൽ എത്ര വരുന്നു? 213 വരുന്നു. 213 പറയുന്നതിനെ കുറിച്ചാ ഈ നിയമസഭ ഒന്നും സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തിനെ കുറിച്ച്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കിയ ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ സ്ഥാപനവും സംവിധാനവും അല്ലെങ്കിൽ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 124. അതിനോട് 90 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 214. എന്താ? സംസ്ഥാനങ്ങൾക്കുള്ള ഹൈക്കോടതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 214. അപ്പം കിട്ടിയോ? ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടിയോ? എന്താ? ആർട്ടിക്കിൾ 72 മുതൽ 111 വരെയുള്ള ആർട്ടിക്കിൾ, ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ സ്റ്റേറ്റിന്റെ കിട്ടാൻ വേണ്ടി കൊണ്ട് എന്ത് ചെയ്യണം? 89 ആഡ് ചെയ്യണം. 112 മുതൽ 124 വരെയുള്ള ആർട്ടിക്കിൾ, 112 മുതൽ 124 വരെയുള്ള ആർട്ടിക്കിൾ സ്റ്റേറ്റിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കിട്ടാൻ വേണ്ടി കൊണ്ട് എന്ത് ചെയ്യണം? 90 ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ആർട്ടിക്കിളും വെച്ചിട്ട് തന്നെ നോക്കി നോക്കുക. ഇനി അതുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. മൊത്തം നിങ്ങൾക്ക് അറിയാമല്ലോ, മൊത്തം നിങ്ങൾക്ക് പറയാൻ വേണ്ടി കൊണ്ട് പറ്റൂല, വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. നിങ്ങൾക്ക് അത്രയും നേരവും ഇപ്പൊ ഇല്ല. നമുക്കത് പിന്നീടൊക്കെ എന്ത് ചെയ്യാം? വരും ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള മൗലികാവകാശങ്ങളുടെ ഏരിയന്റെ ആ ഒരു ഭാഗവും ഞാൻ പറഞ്ഞു തന്നു. ടഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഈ യൂണിയൻ സ്റ്റേറ്റിനെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഭാഗവും ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. വരാൻ പോകുന്ന എക്സാമുകളിലും നിങ്ങൾക്ക് ഉപകരിക്കുന്നു വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് എവിടെയെങ്കിലും എഴുതിയിട്ട് നമ്മുടെ ദിവസവും കാണുന്ന ഒരു ചുമരിന്റെ മുകളിലൊക്കെ ഒട്ടിച്ച് വെക്കുക. അതവിടെ ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോലെ ദിവസം എന്ത് ചെയ്യണം? ഒന്ന് അതിന്റെ മുകളിലേക്ക് കണ്ണ് ഓടിക്കുകയും ചെയ്യാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോൾ എക്സാമും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചെയ്യാം. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്